മനുഷ്യനും മൃഗവും തമ്മിലുള്ള അന്തരത്തേക്കാൾ മനുഷ്യനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്ന ഇന്ത്യയിൽ ഇന്ന് 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ രാഷ്ട്രപിതാവായ മഹാത്മജിയും ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരിക്കൽ ഭരണഘടനാ ശില്പി രാഷ്ട്രപിതാവിനോട് ചോദിച്ചു, ഗാന്ധിജി, മനുഷ്യനും മൃഗവും തമ്മിലുള്ള അന്തരത്തേക്കാൾ മനുഷ്യനും തമ്മിലുള്ള ഇന്ത്യയിൽ എൻ്റെ ജനത അനുഭവിക്കുന്ന അവഗണന, പീഡനം അങ്ങേക്ക് അറിയാമോ? ഇത് കേട്ട രാഷ്ട്രപിതാവ് അംബേദ്കറുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, അംബേദ്കർ, കേട്ടിട്ടുണ്ടോ? എൻ്റെ ഈ ആശ്രമത്തിൽ അങ്ങനെയില്ല. ഗാന്ധിജിക്ക് അംബേദ്കർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു, അങ്ങ് കക്കൂസ് കഴിയതുകൊണ്ടോ, അങ്ങയുടെ ഭാര്യ കക്കൂസ് കഴിയതുകൊണ്ടോ, അങ്ങ് ദളിതനെ കെട്ടിപ്പിടിച്ചതുകൊണ്ടോ പരിഹരിക്കപ്പെടുന്നതല്ല ഞാനും എൻ്റെ ജനതയും അനുഭവിക്കുന്ന വിപത്ത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ബെഞ്ചിലിരിക്കാൻ എനിക്ക് അവകാശമില്ലായിരുന്നു. വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന ഒരു പീറ ചാക്ക് നിലത്ത് വിരിച്ചൊരു മൂലക്കിരിക്കണം. മറ്റു കുട്ടികൾ ബെഞ്ചിലിരിക്കുമ്പോൾ. ദാഹിക്കുമ്പോൾ പ്യൂണിനോട് പറഞ്ഞാൽ മതി, വെള്ളം നിന്റെ അടുത്തെത്തുമെന്ന് പ്രധാന അധ്യാപകൻ. ഞാൻ മറ്റു കുട്ടികളോടൊപ്പം പോയി കിണർ തീണ്ടി അശുദ്ധമാകാതിരിക്കാൻ. കാരണം ഞാൻ കറുത്തവനാണ്, ഞാൻ ദളിതനാണ്. എന്നിട്ടും ഞാൻ പഠിച്ചു, ഉന്നത വിജയം നേടി. ബറോഡ രാജാവ് എനിക്ക് സ്കോളർഷിപ്പ് തന്നു. അമേരിക്കയിലെ കൊളംബിയൻ സർവകലാശാലയിൽ പോയി പഠിച്ചു 5 വർഷം. അവിടെ ആരും എൻ്റെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തിയില്ല. അവിടെ ആരും എൻ്റെ ജാതി ചോദിച്ചില്ല. എന്നാൽ ഇന്ത്യയിൽ ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ ഞാൻ അവഗണിക്കപ്പെടുന്നു. എൻ്റെ ജനത ആക്രമിക്കപ്പെടുന്നു. പറയൂ ഗാന്ധി, ഇത് ഞങ്ങളുടെ മാതൃരാജ്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞങ്ങൾ മഹർ ജാതിക്കാർക്ക് നിലത്ത് തുപ്പാൻ അവകാശമില്ലായിരുന്നു. കഴുത്തിലൊരു ചിരട്ട കെട്ടിത്തൂക്കി നടക്കണം, പുറകിലൊരു ചൂല് കെട്ടിച്ചാത്തി നടക്കണം. ഞങ്ങളുടെ കാലടികൾ ഈ മണ്ണിൽ പതിച്ചാൽ തൂത്തുകളയാൻ, ഈ മണ്ണിൽ ചവിട്ടാൻ പോലും അവകാശമില്ല എന്ന വൃത്തികെട്ട ആചാരം പറയുമ്പോ, പറയൂ ഗാന്ധി, ഇത് ഞങ്ങളുടെ മാതൃരാജ്യമാണോ?